ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത പത്മ അവാർഡാണ്. ഓക്കെ, പത്മ അവാർഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. എന്താണ് പത്മ പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൗരന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും പരമോന്നമായ സിവിലിയൻ ബഹുമതിയാണ് നമ്മൾ പത്മ പുരസ്കാരം എന്ന് വിളിക്കുക. ശരിയല്ലേ? നമുക്കറിയാം പത്മ പുരസ്കാരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1954 1954 പ്രധാനമായും 4 പുരസ്കാരങ്ങൾ. ദ ഹൈയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൗരന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പരമോന്നമായ സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് അത് ഭാരതരത്നമാണ്. അങ്ങനെയെങ്കിൽ ദ സെക്കൻഡ് ഹൈയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏത്, രണ്ടാമത്തെ പരമോന്നമായ സിവിലിയൻ ബഹുമതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്മവിഭൂഷണം. അങ്ങനെയെങ്കിൽ ദ തേർഡ് ഹൈയസ്റ്റ് സിവിലിയൻ ഓണർ, മൂന്നാമത്തെ പരമോന്നമായ സിവിലിയൻ ബഹുമതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്മഭൂഷണം. Then the last one, the fourth highest civilian honor of India എന്നറിയപ്പെടുന്നത് പത്മശ്രീയുമാണ്. നാലാമത്തെ പരമോന്നമായ സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് പത്മശ്രീയാണ്. ഇത് നൽകി തുടങ്ങിയത് 1954 അല്ലെ, 1954 മുതലാണ് നൽകി തുടങ്ങിയത്. അപ്പോ സാധാരണഗതിയിൽ കേരള PSC ഈ മേഖലയിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നോക്കണേ, താരതമ്യേന വളരെ കുറച്ചു പേർക്ക് മാത്രമേ പത്മവിഭൂഷൺ, അതായത് 2025 ഇത്തവണ ഭാരതരത്ന ആർക്കും കൊടുത്തില്ല, പത്മവിഭൂഷൺ ബഹുമതി വളരെ കുറച്ചു പേർക്കാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ 2025 പത്മവിഭൂഷൺ ബഹുമതി ലഭിക്കാത്തതാർക്ക്. അപ്പോ ലഭിച്ച ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ ലഭിക്കാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഐഡന്റിഫൈ പറ്റും. അപ്പൊ സ്പോട്ട് ദി ഓഡ് വൺ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. രണ്ടാമത് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനമായും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മേഖലയാണ്. ഇപ്പൊ 2025 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച ഇന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ മേഖല എന്ത് ചെയ്യാം, ചോദിക്കാം. മേഖല പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ അതിനകത്ത് സ്പോർട്സ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ സ്പോർട്സിൽ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, ഏതിലാണ് സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ എന്തെന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി അതുപോലെ കലാമേഖല, ആർട്ട് എന്ന് മാത്രമേ കൊടുത്തേക്ക്, പക്ഷെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം കലാമേഖല ഏതാണ്. ചിലപ്പോൾ മൃദംഗ വിദ്വാനായിരിക്കാം, ചിലപ്പോൾ ഒരു ഗായികയാവാം, ചിലപ്പോൾ ഒരു സാരംഗ് ആവാം, സാരംഗ് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാവാം, കഥക് ഡാൻസർ ആവാം. അങ്ങനെയുള്ള കാറ്റഗറി നമ്മൾ സ്പെസിഫൈ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അല്ലാതെ കല എന്ന് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം 2025 ആകെ മൊത്തം 2025 ആകെ മൊത്തം 139 പേർക്കാണ് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത്. എത്ര പേർക്കാ? 139. നിങ്ങൾ ചോദിക്കും, സാറേ ഈ 139 പേരും പഠിക്കണോ? വേണ്ട, 139 പേരെയും പഠിക്കേണ്ട ആവശ്യമില്ല. കേരള PSC സ്ഥിരം ചോദിച്ചു വരുന്നൊരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡ് നോക്കി നമ്മൾ പഠിച്ചാൽ മതി. പത്മവിഭൂഷൺ കംപ്ലീറ്റ് ആൾക്കാരും പഠിച്ചേ പറ്റൂ. ഇനി പത്മഭൂഷണിലേക്ക് വരുമ്പോ നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യാം, സെലക്റ്റീവ് ആക്കാം. കേരള PSC ഏറ്റവും കൂടുതൽ ചോദിക്കാറ് പത്മ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലാണ് ചോദിക്കാറ്. ഒന്ന്, പത്മവിഭൂഷൺ ആൾക്കാരെ ചോദിക്കാറുണ്ട്. രണ്ട് ചോദിക്കാറുള്ളത് മലയാളികൾ. പത്മവിഭൂഷൺ, പത്മശ്രീ, പത്മ പുരസ്കാരം ലഭിച്ച മലയാളികളെ സ്ഥിരം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കായിക താരങ്ങളെ പ്രത്യേകം എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും കായിക താരങ്ങൾ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട്, പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വളരെ സെലക്റ്റീവ് ആയിട്ട് ഈ 139 പേരില് നമുക്കറിയാം 2025 ആകെ 7 പേർക്കാണ് പത്മവിഭൂഷൺ, രണ്ടാമത്തെ പരമോന്നമായ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ബഹുമതി 7 പേർക്കാണ് ലഭിച്ചത്. ആ 7 പേരെ നമ്മൾ പഠിക്കും. ഇനി പത്മഭൂഷൺ ഇത്തവണ ലഭിച്ചത് 19 പേർക്കാ. ആ 19 പേരിൽ ഞാൻ ഒരു 13 പേരെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 13 പേരെ നമ്മൾ അറിഞ്ഞേ പറ്റൂ. ആ 6 പേരെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 13 പേരെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 13 പേരെയും അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അതിൽ നമ്മളൊരു 13 പേരെ പഠിക്കും. ഇനി പത്മശ്രീ ലഭിച്ച 113 പേര്, അവിടെയും വളരെ സെലക്റ്റീവ് ആയിട്ട് നമ്മളൊരു 6 പേരെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ പഠിച്ചു നോക്കി. 2 മലയാളികളുണ്ട്, അല്ലാതെ ഒരു 3 പേര്, ഒരു 5-6 പേര് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നോക്കിയെന്ന് വെക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പേരെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഇത്രയും ആൾക്കാർ ഒരു കാരണവശാലും
മിസ് ചെയ്യരുത്. നോക്കാം നമുക്ക്. അപ്പൊ 2020 ഇപ്പൊ ഇവിടെ ജനറൽ ആയിട്ട് ചോദ്യം വരാം. 2020 ആകെ എത്ര പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? അതിൽ പത്മശ്രീ ജേതാക്കൾ എത്ര, പത്മഭൂഷൺ ജേതാക്കൾ എത്ര, പത്മവിഭൂഷൺ ജേതാക്കൾ എത്ര എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് അറിയണേ നിങ്ങൾ, പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ എത്ര പേർക്ക്? 113 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൊടുത്ത 139 പേരിൽ എത്ര പേരാണ് വനിതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 പേര് വനിതകളാണ്. 23 പേർ വനിതകളാണ്, ഓർത്തു വെക്കുക. ഇനി മരണാനന്തര ബഹുമതിയായിട്ട് പത്മ പുരസ്കാരം കൊടുക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്, മരണമടഞ്ഞു പോയവർക്ക് മരണാനന്തര ബഹുമതിയായും കൊടുക്കാറുണ്ട്. അങ്ങനെ മരണാനന്തര ബഹുമതിയായി ഇത്തവണ 13 പേർക്കും, ഇത്തവണ ആകെ എത്ര ഫോറിനേഴ്സ് വിദേശികൾക്കും കൊടുക്കാറുണ്ട്? എത്ര വിദേശികൾക്കാണ് ഇത്തവണ കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് 10 പേർക്കാണ്. അപ്പോ പത്മവിഭൂഷൺ ടോട്ടൽ 139, അതിൽ പത്മവിഭൂഷൺ 7, പത്മഭൂഷൺ 19, പത്മശ്രീ 113, വനിതകൾ 23, ദെൻ മരണാനന്തര ബഹുമതിയായിട്ട് 13 പേർക്ക്, വിദേശികർ അല്ലെങ്കിൽ ഫോറിനേഴ്സ് 10 പേര്. ഇതാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞ പോയിന്റ്, ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭാരതരത്ന. സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്നറിയപ്പെടുന്നത് പത്മവിഭൂഷൺ. ദെൻ ദ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് എന്നറിയപ്പെടുന്നത് പത്മഭൂഷൺ. ദെൻ ദ ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ ഓണർ പത്മശ്രീ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ഇതൊരു ബേസ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. നമ്മൾ നേരെ പോകുന്നു പത്മവിഭൂഷൺ ജേതാക്കളിലേക്ക് പോവാം. പത്മവിഭൂഷൺ ലഭിച്ച 7 പേരിൽ ആദ്യ വ്യക്തിയെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുന്നു. അത് മനുഷ്യന്റെ പേരാണ് ഡി നാഗേശ്വർ റെഡ്ഡി. ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിച്ചത്? അതായത് ആ മേഖല കൃത്യമായി അറിഞ്ഞു വെച്ചേക്കണം. കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മേഖലയുണ്ട്. മെഡിസിൻ, ആർട്സ്, സ്പോർട്സ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സാഹിത്യവും വിദ്യാഭ്യാസവും, അതുപോലെ തന്നെ എന്താ പറയാ ആത്മീയ മേഖല, അങ്ങനെയുള്ള കുറേ മേഖലകളുണ്ട്. അതിൽ ഏത് മേഖലയിലാണ് ഈ പറയുന്ന ഡി നാഗേശ്വർ റെഡ്ഡി പെടുന്നത് എന്ന് ചോദിച്ചാൽ മെഡിസിൻ ആണ് മേഖല. വൈദ്യശാസ്ത്രം അഥവാ മെഡിസിൻ ആണ് മേഖല. അദ്ദേഹത്തിന്റെ സ്വദേശം തെലങ്കാനയാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു. ഹിസ് എ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ഓഫ് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗാസ്ട്രോ എൻട്രോളജി, ഹൈദരാബാദ്. അപ്പോ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകൻ കൂടിയാണ്, ചെയർമാനും അതുപോലെ തന്നെ ഫൗണ്ടറുമാണ് ഈ പറയപ്പെടുന്ന ഡി നാഗേശ്വർ റെഡ്ഡി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഹൈദരാബാദ് ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് ഈ പറയപ്പെടുന്ന ഡി നാഗേശ്വർ റെഡ്ഡി എന്ന കാര്യം എന്ത് ചെയ്യാം? അവിടെ ഓർത്തു വെച്ചേക്കാം. ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന സയൻസ് എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് അറിയാം, വയറ്, ലിവർ, അതുപോലെ തന്നെ ചെറുകുടൽ, വൻകുടൽ, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ് നമ്മുടെ ഡി നാഗേശ്വർ റെഡ്ഡി എന്ന് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു പോയിന്റ് പറയേണ്ടത്, the first Indian doctor to receive all the 3 Padma awards. 3 പത്മ പുരസ്കാരങ്ങളും, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇത് 3ഉം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഡോക്ടറാണ്. വിലപ്പെട്ട പോയിന്റ് ആണ്. The first Indian doctor to receive all the 3 Padma awards. ആരാണ്? ഡി നാഗേശ്വർ റെഡ്ഡി എന്ന കാര്യം ഓർക്കുക. ഈ മനുഷ്യനെ തേടി പത്മശ്രീ ബഹുമതി വരുന്നത് 2002-ലും, പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത് 2016-ലുമാണ് എന്ന കാര്യം എന്ത് ചെയ്യാം? അവിടെ ഓർത്തു വെക്കുക. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ വ്യക്തി ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ. സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ഈ പറയപ്പെടുന്ന ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ. അപ്പൊ പൊതുമണ്ഡലം ഇല്ലേ, പബ്ലിക് അഫേഴ്സ് അഥവാ പൊതുമേഖലയുമായി, പബ്ലിക് അഫേഴ്സ് അഥവാ പൊതുമണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ. അപ്പൊ അദ്ദേഹത്തിന് ഏത് കാറ്റഗറിയിലാണ് പുരസ്കാരം കൊടുത്തത്? പബ്ലിക് അഫേഴ്സ് അല്ലെങ്കിൽ പൊതുമണ്ഡലം എന്ന കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിക്കുന്നത്. ചണ്ഡീഗഡാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. He is the 44th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ 44ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ പറയപ്പെടുന്ന ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. മറ്റൊരു പോയിന്റ് കൂടി നിങ്ങൾ ഓർക്കണേ, ദ ഫസ്റ്റ് സിഖ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സിഖ് സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഈ പറയപ്പെടുന്ന ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വളരെ
കൃത്യമായിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള 2 ജഡ്ജ്മെന്റ് ഉണ്ട്. ഒന്ന് മുത്തലാഖ്, നമുക്കറിയാം ഒരുപാട് കോളക്കം സൃഷ്ടിച്ച ഒരു നിയമമായിരുന്നു മുത്തലാഖ് നിയമം, അല്ലെ, മുത്തലാഖ് വിധി പ്രസ്താവം. അതുപോലെ തന്നെ പുട്ടസ്വാമി, ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന, സാധാരണ അറിയപ്പെടുന്നത് ദ റൈറ്റ് ടു പ്രൈവസി വേർഡിക്റ്റ്. റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, പ്രൈവസി അഥവാ സ്വകാര്യത എന്ന് പറയപ്പെടുന്നത് ഒരു മൗലിക അവകാശമാണെന്ന് വിധി പ്രസ്താവം നടത്തിയ ജഡ്ജിംഗ് പാനലിലെ ഒരു അംഗം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ജഡ്ജ്മെന്റ് വരുന്നത്. അത് നമുക്കറിയാം, പുട്ടസ്വാമി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസ്. ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഈ റൈറ്റ് ടു പ്രൈവസി വേർഡിക്റ്റ് അറിയപ്പെടുന്നത് ജസ്റ്റിസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന കേസാണ് അറിയപ്പെടുന്നത്. റൈറ്റ് ടു പ്രൈവസി വേർഡിക്റ്റ് പറഞ്ഞപ്പെടുന്ന കേസാണ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അതിന്റെ ജഡ്ജ്മെന്റിലും ആരുണ്ട്? ഈ പറയപ്പെടുന്ന ജഗദീഷ് സിംഗ് ഖേഹർ ഉണ്ട്. 2 സുപ്രധാന ജഡ്ജ്മെന്റുകൾ, ഒന്ന് മുത്തലാഖും അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി വേർഡിക്റ്റും ഇദ്ദേഹത്തിന്റെ സമയത്തുണ്ടായ സുപ്രധാന വിധി പ്രസ്താവങ്ങളാണ്. അപ്പോ ഓർത്തു വെക്കണം, ഹീസ് ദ 44th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ 44ാമത്തെ സുപ്രീം കോടതിയുടെ 44ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ പറയപ്പെടുന്ന ജഗദീഷ് സിംഗ് ഖേഹർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ 3ാമത്തെ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നു. അവരുടെ പേര് കുമുദിനി രജനീകാന്ത് ലാഖിയ. കലയാണ് മേഖല. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കുമുദിനിയെ കല എന്ന് മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇവരുടെ സ്വദേശം ഗുജറാത്ത് ആണ്. നിങ്ങൾ ഓർത്തു വെക്കണം, ഇവരൊരു ഡാൻസർ ആണ്. പക്ഷെ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കണം, ഷീസ് എ കഥക് ഡാൻസർ ആണ് ഈ പറയപ്പെടുന്ന കുമുദിനി രജനീകാന്ത് ലാഖിയ. കുമുദിനി ലാഖിയ എന്ന് പഠിക്കാം. കുമുദിനി ലാഖിയ. ഒറ്റ പോയിന്റ് കഥക് എന്ന പോയിന്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തു വെച്ചാൽ മതിയാകും. സെറ്റ്, അത്രയും അവിടെ നോക്കിയാൽ മതിയാകും. ദെൻ 4ാമത്തെ വ്യക്തി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. എഗെയിൻ ആർട്ടാണ് മേഖല, അല്ലേ? ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എഗെയിൻ ആർട്ടാണ്, കലയാണ് മേഖല. പക്ഷെ കലയെന്ന് മാത്രം പഠിച്ചു പോകരുത്. ഇദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ്, അല്ലെ? ആ ചിത്രം തന്നെ നിങ്ങൾക്ക് കാണാം, വയലിനിസ്റ്റ് ആണ് ഈ പറയപ്പെടുന്ന ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. വയലിനിസ്റ്റ് ആണ്. സ്വദേശം എവിടെ എന്ന് ചോദിച്ചാൽ പറയണം, എവിടെയാടാ? കർണാടകമാണ് സ്വദേശം. സ്വദേശം എവിടെ അങ്ങനെ ചോദിച്ച് കാണാറില്ല. മേഖലയാണ് ഏറ്റവും പ്രധാനം. കലാമേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ചോദ്യം ഇതായിരിക്കും, 2025 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ്? വയലിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ വയലിനാണ് വാദ്യോപകരണം എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. സെറ്റ്. 5ാമത്തെ വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ, മലയാളിയായ 2025 പത്മവിഭൂഷൺ ബഹുമതി നേടിയ ഏക മലയാളി ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും ആര് തന്നെ? MT തന്നെ. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2025 പത്മവിഭൂഷൺ ബഹുമതി നേടിയ ഏക മലയാളി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട MT ആണ്, MT വാസുദേവൻ നായർ. മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം, സാഹിത്യവും വിദ്യാഭ്യാസവുമാണ്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ മേഖല. പലപ്പോഴായി MTയുടെ പല കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് കേരളമാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ശ്രീ MT വാസുദേവൻ നായർക്ക് എന്ത് പുരസ്കാരം ലഭിക്കുന്നത്? പത്മവിഭൂഷൺ ബഹുമതി ലഭിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. MT എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് തന്നെയാണ്, പലപ്പോഴായി നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും MTയുടെ പോയിന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ MT വാസുദേവൻ നായർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, കേരളമാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ലഭിക്കുന്നു. ഒരു പോയിന്റ് മാത്രം ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. അത് MT മരണമടയുന്നത് 2024 ഡിസംബർ മാസം 25-ാം തീയതിയാണ് MT നമ്മെ വിട്ട് പിരിയുന്നത്. റൈറ്റ്. അടുത്തതിലോട്ട് പോവാം നമുക്ക്. ഒസാമു സുസുക്കി, ആ പേരിൽ നിന്ന് കിട്ടും. 2025 പത്മവിഭൂഷൺ ബഹുമതി നേടിയ ഏക വിദേശിയാണ് ഈ പറയപ്പെടുന്ന ഒസാമു സുസുക്കി എന്ന് പറയുന്നത്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, വാണിജ്യവും വ്യവസായവുമാണ് മേഖല. നമുക്കറിയാം, ജപ്പാനാണ് സ്വദേശം. മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഈസ് ദ ചെയർമാൻ ഓഫ് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഈ വാസ് ദ ചെയർമാൻ ഓഫ് സുസുക്കി, മാരുതി സുസുക്കി. നമുക്കറിയാം, ആ സുസുക്കിയുടെ ചെയർമാൻ, സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ ചെയർമാനാണ് ഈ പറയപ്പെടുന്ന ഒസാമു സുസുക്കി. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ഒറ്റ പോയിന്റ് ഇവിടെ ഓർത്തു വെച്ചേക്കുക. 2025 പത്മവിഭൂഷൺ ബഹുമതി നേടിയ വിദേശി ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം, അത് ഒസാമു സുസുക്കിയാണെന്ന കാര്യം ഓർത്തു വെക്കാം. ദെൻ ശാരദ സിൻഹ.
ശാരദാ സിൻഹ കലയാണ് മേഖല. അവിടെ തന്നെ ചോദ്യം വരുന്നു, ഏത് കലാമേഖല? നോക്കണേ, ഇവരൊരു സംഗീതജ്ഞയാണ്. ഓക്കെ, സംഗീതജ്ഞയാണ്. ഇന്ത്യൻ ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ സിംഗർ. ഫോക്ക് നമുക്കറിയാം, നാടോടി ഗാനങ്ങൾ അല്ലെ. നാടോടി ഗാനവും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഇന്ത്യൻ നാടോടി ഗാനങ്ങളും അതുപോലെ തന്നെ ക്ലാസിക്കൽ സിംഗർ കൂടിയാണ് ഈ പറയപ്പെടുന്ന ശാരദാ സിൻഹ എന്ന കാര്യം ഓർക്കുക. അവരുടെ സ്വദേശം ബീഹാർ ആണ്. ഇവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിക്കുന്നത്. നോൺ ആസ് ബീഹാർ കോകില. ബീഹാർ കോകില എന്ന പേരിൽ അറിയപ്പെടുന്ന, അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംഗീതജ്ഞയാര്, ഇന്ത്യൻ ഗായികയാര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആരാണ്? അത് ഈ പറയപ്പെടുന്ന ശാരദാ സിൻഹയാണ്. നോൺ ആസ് ബീഹാർ കോകില. നോട്ട് ചെയ്യണേ, ബീഹാർ കോകില. ഇവർക്ക് ഇതിനു മുൻപ് തന്നെ പത്മശ്രീയും ലഭിച്ചു, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ചത് 1991-ലും പത്മഭൂഷൺ ബഹുമതി ഇവരെ തേടുന്നത് 2018-ലുമാണ്. ഇപ്പോൾ ഇതാ പത്മവിഭൂഷണം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കാം. അപ്പൊ ശാരദാ സിൻഹ ഇന്ത്യൻ ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ സിംഗർ എന്ന കാര്യം ഓർത്തു വെക്കാം. ദെൻ അപ്പോ 7 പേരെയും പത്മവിഭൂഷൺ ബഹുമതി നേടിയ 7 പേരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട 2 പോയിന്റുകൾ: പത്മവിഭൂഷൺ ബഹുമതി നേടിയ ഏക മലയാളി MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ പത്മവിഭൂഷൺ ബഹുമതി നേടിയ ഏക വിദേശിയാരെന്ന് ചോദിച്ചാൽ അത് ഒസാമു സുസുക്കിയാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. സെറ്റ്. അടുത്ത പോയിന്റിലേക്ക് വരാം. പത്മഭൂഷൺ നമ്മൾ പറഞ്ഞു 19 പേർക്കാണ് കിട്ടിയത്. വളരെ സെലക്റ്റീവ് ആയിട്ട് ഞാൻ ഒരു 13 പേരെ പഠിപ്പിക്കും. അതിലെ ആദ്യ വ്യക്തിയെ പരിചയപ്പെടുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട താരം, ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ PR ശ്രീജേഷ്. കായികമാണ് മേഖല, ഹോക്കി താരമാണ് PR ശ്രീജേഷ്. ദ ഫോർമർ ഗോൾ കീപ്പർ ഓഫ് ഇന്ത്യൻ ഹോക്കി ടീം. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ്, ഗോൾ വല കാത്ത മനുഷ്യനാണ് ഈ പറയപ്പെടുന്ന PR ശ്രീജേഷ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇത്തവണ ആകെ മൊത്തം 5 കായിക താരങ്ങൾക്കാണ് പത്മ പുരസ്കാരം ലഭിക്കുന്നത്. 5 കായിക താരങ്ങൾക്ക് പത്മ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അതിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ച ഏക കായിക താരം പത്മഭൂഷൺ, ശ്രദ്ധിച്ചു കേൾക്കണേ, പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക കായിക താരം, പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക കായിക താരമാണ് ഈ പറയപ്പെടുന്ന PR ശ്രീജേഷ്. ഇത്തവണ 2025-ൽ പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക കായിക താരമാണ് PR ശ്രീജേഷ് എന്ന കാര്യം ഓർക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും ഇത്തവണ നടന്ന പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിരുന്നു. അതിലെ അംഗം കൂടിയാണ്. അപ്പൊ രണ്ട് തവണ ഒളിമ്പിക് പുരസ്കാരം അല്ലെങ്കിൽ ഒളിമ്പിക് മെഡൽ നേടിയ വ്യക്തിയാണ്, ഒളിമ്പിക്സിൽ പോയി വെങ്കല മെഡൽ നേടിയ വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന PR ശ്രീജേഷ് എന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെക്കുക. ദെൻ അടുത്ത വ്യക്തിയെ പരിചയപ്പെടുന്നു. അഗൈൻ മലയാളി, ജോസ് ചാക്കോ പെരിയപുരം. മെഡിസിൻ ആണ് മേഖല. ഞാൻ പ്രത്യേകിച്ച് ഈ പേര് നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള പേരാണ്. ജോസ് ചാക്കോ പെരിയപുരം. മെഡിസിൻ ആണ് മേഖല. ഇന്ത്യൻ കാർഡിയാക് സർജൻ ആണ്, ഹൃദയ അല്ലെങ്കിൽ സർജൻ ആണ് ഈ പറയപ്പെടുന്ന ജോസ് ചാക്കോ പെരിയപുരം. ഇദ്ദേഹത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ദ ഫസ്റ്റ് സക്സസ്ഫുൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി ഇൻ കേരള. കേരളത്തിൽ ആദ്യമായി വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഈ പറയപ്പെടുന്ന ജോസ് ചാക്കോ പെരിയപുരം എന്ന കാര്യം ഓർക്കാം. അദ്ദേഹത്തെ തേടി പത്മശ്രീ ബഹുമതി ലഭിക്കുന്നത് 2011-ലാണ്. അപ്പൊ അദ്ദേഹത്തെ തേടി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ പഠനം ഏത് വർഷമാ? 2011-ൽ പത്മശ്രീ ബഹുമതി അദ്ദേഹത്തെ തേടി എത്തുന്നുണ്ട് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. അപ്പോ ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ ആണ് മേഖല. മൂന്നാമത്തെ വ്യക്തി, ദ വൺ ആൻഡ് ഓൺലി തല അജിത്ത്. നമ്മുടെ അജിത് കുമാർ അല്ലെ, തമിഴ് നടനായിട്ടുള്ള അജിത് കുമാർ, തല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തല അജിത്തിന് രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുന്നുണ്ട്. ആക്ടറാണ്, വേറെ ഒന്നും അവിടെ പറയാനില്ല, ആക്ടറാണ്. അതുപോലെ തന്നെ ഇപ്പൊ മോട്ടോർ റേസിംഗ് താരം കൂടിയാണ് ആര്, നമ്മുടെ അജിത് കുമാർ എന്ന് പറയുന്നത്. അപ്പോ തല അജിത്തിന് രാജ്യം എന്ത് പുരസ്കാരം നൽകി? പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പ്രിയപ്പെട്ട ശോഭന. ശോഭന ചന്ദ്രകുമാർ കലാമേഖല, തമിഴ്നാട്ടിലാണ് അവരെ നോമിനേറ്റ്, തമിഴ്നാടാണ് സ്വദേശം. ഇന്ത്യൻ ആക്ട്രസ് ആൻഡ് ഭരതനാട്യം ഡാൻസർ. ഇപ്പൊ ചോദിക്കാം, ശോഭന താഴെ പറയുന്നവയിൽ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ എന്നത് കണ്ടില്ലെങ്കിൽ കൊടുക്കാമെന്ത്? ഭരതനാട്യ ഡാൻസർ കൂടിയാണ് നമ്മുടെ സ്വന്തം ശോഭന എന്ന കാര്യം എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. അപ്പോ സിനിമാ മേഖലയിൽ നമുക്ക് പ്രിയപ്പെട്ട ശോഭനയ്ക്കും അജിത്തിനും എന്ത് ലഭിക്കുന്നു? പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നു എന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെക്കാം. ദെൻ മൂന്നാമത്തെ നന്ദമൂരി ബാലകൃഷ്ണ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ പലർക്കും അറിയത്തില്ല. ഇദ്ദേഹം അറിയപ്പെടുന്നത് ബാലയ്യ എന്ന പേരിലാണ് അല്ലെ. നന്ദമൂരി ബാലകൃഷ്ണ എന്ന ബാലയ്യ. NTR
ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി NTRന്റെ മകൻ കൂടിയാണ് ഈ പറയപ്പെടുന്ന നന്ദമൂരി ബാലകൃഷ്ണ അല്ലെങ്കിൽ ബാലയ്യ എന്നറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശാണ് സ്വദേശം, തെലുഗു ആക്ടറാണ്. നിലവിൽ അദ്ദേഹം MLA കൂടിയാണ്. 2010 മുതൽ അദ്ദേഹം ഹിന്ദുപുരം എന്ന് പറയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ഹിന്ദുപുരം മണ്ഡലത്തിലെ MLA ആണ് ഈ പറയപ്പെടുന്ന നന്ദമൂരി ബാലകൃഷ്ണ എന്നറിയപ്പെടുന്ന ബാലയെ തേടി പത്മഭൂഷൺ ബഹുമതി എത്തുന്നുണ്ട് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. ദെൻ അടുത്ത വ്യക്തി ആനന്ദ് നാഗ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. പക്ഷെ ആ ഒരൊറ്റ ഫിഗർ കാണുമ്പോൾ, ഈ എന്റെ പുറകിലുള്ള ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ആനന്ദ് നാഗ് എന്ന് വിശേഷിപ്പിക്കാൻ ഈ ഒരൊറ്റ ചിത്രം മതി. KGF അല്ലേ? KGF റോക്കി ബായുടെ കഥ നമുക്ക് പരിചയപ്പെടുത്തുന്ന മനുഷ്യനാണ്. ഒരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മുടെ ത്രില്ല് അടുപ്പിച്ച മനുഷ്യനാണ് ആനന്ദ് നാഗ്. ഈ ഒരൊറ്റ ചിത്രം മതി ആരാണ് ആനന്ദ് നാഗ് എന്ന് ഇന്ത്യക്കാർ ഒട്ടൊക്കെ തിരിച്ചറിയാൻ. ഇദ്ദേഹത്തെ പേരിനേക്കാൾ ഫേമസ് ആണ് അദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ ചിത്രവും ഒറ്റ ക്യാരക്ടറും എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആനന്ദ് നാഗ് ആർട്ട്. ഓക്കെ, ഇതിന് കർണാടകയാണ് സ്വദേശം, കന്നഡ ആക്ടറാണ് ആനന്ദ് നാഗ് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. ഈ ഒറ്റ ക്യാരക്ടർ മതി ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിനെ അറിയപ്പെടാൻ. ഇതിന് അടുത്ത പോയിന്റിലേക്ക് വരാം. ശേഖർ കപൂർ. ആരാണ് ശേഖർ കപൂർ? കലാമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശേഖർ കപൂർ. മഹാരാഷ്ട്രയാണ് ഇതിന്റെ സ്വദേശം, ഇന്ത്യൻ ഫിലിം മേക്കർ, സംവിധായകനാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഫിലിം മേക്കർ ആയിട്ടുള്ള ശേഖർ കപൂറിന് രാജ്യം എന്ത് പുരസ്കാരം നൽകി ആദരിക്കുന്നു? പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുന്നു എന്ന കാര്യം അവിടെ ഓർക്കാം. ദെൻ ജതിൻ ഗോസ്വാമി. ഇവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇദ്ദേഹം ഒരു ഡാൻസർ ആണ്. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യണം, സാത്രിയ, ആസാമാണ് സ്വദേശം, സാത്രിയ ക്ലാസിക്കൽ ഡാൻസർ. ഇതാണ് പോയിന്റ്. ജതിൻ ഗോസ്വാമി 2025 പത്മഭൂഷൺ ബഹുമതി നേടിയ ജതിൻ ഗോസ്വാമി താഴെ പറയുന്നവയിൽ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നു നിങ്ങളോട് സാത്രിയ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഒരു കാരണവശാൽ മറക്കരുത്. സാത്രിയ ക്ലാസിക്കൽ ഡാൻസർ. സാത്രിയ ക്ലാസിക്കൽ ഡാൻസർ ആണ് ഈ പറയപ്പെടുന്ന ജതിൻ ഗോസ്വാമി എന്ന കാര്യം എന്ത് ചെയ്യാം അവിടെ ഓർത്തു വെക്കുക. തെറ്റ്. ദെൻ അടുത്ത പോയിന്റ് മനോഹർ ജോഷി. ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ്, പബ്ലിക് അഫേഴ്സ്. പൊളിറ്റീഷ്യൻസ് അപ്പൊ ഏതിനകത്ത് വരും? പബ്ലിക് അഫേഴ്സിനകത്ത് വരുന്നത്. മനോഹർ ജോഷി പബ്ലിക് അഫേഴ്സ് ആണ്, പൊതുമണ്ഡലമാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം കൊടുക്കുന്നത്. ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ് ഈ പറയപ്പെടുന്ന മനോഹർ ജോഷി. ശിവസേന പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി ഏത്? ഇപ്പൊ 2025 പത്മഭൂഷൺ ബഹുമതി നേടിയ മനോഹർ ജോഷി താഴെ പറയുന്നവയിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ്? ശിവസേനയാണ്. അദ്ദേഹം മുൻ ലോക്സഭാ സ്പീക്കർ കൂടിയാണ്. ദ ഫോർമർ ലോക്സഭാ സ്പീക്കർ. നിലവിൽ ലോക്സഭാ സ്പീക്കർ നമുക്കറിയാം അത് ഓം ബിർളയാണ്. നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നമുക്കറിയാം അത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ദേവേന്ദ്ര ഫട്നാവിസ് ആണ് നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 2002 മുതൽ 2004 വരെ ലോക്സഭയുടെ സ്പീക്കർ ആയിരുന്നു ഈ പറയപ്പെടുന്ന മനോഹർ ജോഷി എന്ന കാര്യം ഓർത്തു വച്ചേക്കാം. ദെൻ അടുത്ത വ്യക്തിയെ പരിചയപ്പെടുന്നു, സുശീൽ കുമാർ മോദി. ഈസ് ഓൾസോ റിലേറ്റഡ് ടു പബ്ലിക് അഫേഴ്സ്. അദ്ദേഹവും എന്താ പറയാ, പൊളിറ്റീഷ്യൻ ആണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. ദ ഫോർമർ ഡെപ്യൂട്ടി CM ഓഫ് ബീഹാർ. ബീഹാറിന്റെ മുൻ ഡെപ്യൂട്ടി CM ആണ് ഈ പറയപ്പെടുന്ന സുശീൽ കുമാർ മോദി. മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തെ തേടി പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നു. അദ്ദേഹം BJP കാരനാണ്. അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി 2025 പത്മഭൂഷൺ ബഹുമതി നേടിയ സുശീൽ കുമാർ മോദി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭാരതീയ ജനതാ പാർട്ടി BJP ആണെന്ന കാര്യം എന്ത് ചെയ്യാം അവിടെ ഓർത്തു വെക്കാം. അപ്പൊ സുശീൽ കുമാർ മോദിയും എന്ത് തന്നെ പബ്ലിക് അഫേഴ്സ് തന്നെയാണ്. ഇതിനടുത്ത വ്യക്തി A. സൂര്യപ്രകാശ്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് ഈ മേഖല. ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ജേർണലിസ്റ്റ് ആണ്. പ്രസാർ ഭാരതി നമുക്കറിയാം, ദൂരദർശനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ ഈ പറയുന്ന പ്രസാർ ഭാരതി ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ളിലാണ് വരുന്നത്. അപ്പൊ ആ പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ ആണ് ഈ പറയപ്പെടുന്ന A. സൂര്യപ്രകാശ്. അപ്പോ കോമൺ ആയിട്ട് പറയാൻ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഹീസ് എ ജേർണലിസ്റ്റ് ആണ്. പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ A. സൂര്യപ്രകാശ്. അദ്ദേഹത്തിനും രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുന്നുണ്ട്. ദെൻ ബിബേക് ബ്രഗോയ് ഈസ് ഓൾസോ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് മേഖല.
അദ്ദേഹം ഇന്ത്യൻ എക്കണോമിസ്റ്റ്, ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഇന്ത്യൻ എക്കോണമിസ്റ്റ് ആണ് ഈ പറയുന്ന ബിബേക് ദബ്രോയി. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്ന കാര്യം ഓർക്കുക. അപ്പൊ ബിബേക് ദബ്രോയി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജനറൽ ആയിട്ട് പറഞ്ഞാൽ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിസ്റ്റ്. ദെൻ വിനോദ് ദാം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് മേഖല. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇന്ത്യൻ അമേരിക്കൻ എഞ്ചിനീയർ, ഇന്ത്യൻ വംശജനായ അമേരിക്കൻ എഞ്ചിനീയർ, ഇന്ത്യൻ ഒറിജിൻ അമേരിക്കൻ എഞ്ചിനീയർ ആണ് വിനോദ് ദാം. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു സുപ്രധാന വിശേഷണമുണ്ട്, നോൺ ആസ് ഫാദർ ഓഫ് പെന്റിയം ചിപ്പ്. പെന്റിയം ചിപ്പിന്റെ പിതാവായി അറിയപ്പെടുന്നു. അപ്പോൾ ഷീസ് നോൺ ആസ് ദ, അല്ലെങ്കിൽ ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പെന്റിയം ചിപ്പ്. പെന്റിയം ചിപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? പത്മഭൂഷൺ ജേതാവാര് എന്ന് ചോദിച്ചാൽ അത് വിനോദ് ദാം ആണ്. ജനറൽ ആയിട്ട് പറയാം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഹീസ് എൻ ഇന്ത്യൻ അമേരിക്കൻ എഞ്ചിനീയർ ആൻഡ് ദ ഫാദർ ഓഫ് പെന്റിയം ചിപ്പ്. ക്ലിയർ സെറ്റ് അല്ലേ? അപ്പോ 19 പേരിൽ 13 പേരെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പത്മവിഭൂഷണാണ് ചോദിക്കുന്നതെങ്കിലും ഇത്രയും ആൾക്കാരെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. 19 പേരിൽ 13 പേരെ സെലക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. ഇനി പോകുന്നു പത്മശ്രീയിലേക്ക്. പത്മശ്രീ നമുക്കറിയാം 113 പേർക്കാണ് ലഭിക്കുന്നത്. വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ കുറച്ച് പേര് അവിടെ പഠിക്കാൻ പോകുന്നു. നോക്കാം. ആദ്യം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ സ്വന്തം കറുത്തമുത്ത് IM വിജയൻ അല്ലേ? IM വിജയന് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുന്നുണ്ട്. ഓക്കെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന മനുഷ്യൻ IM വിജയൻ. ആ മനുഷ്യനെ തേടി പത്മശ്രീ ബഹുമതി ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ, ദ ഫോർമർ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആണ് IM വിജയൻ. അദ്ദേഹത്തെ തേടി അർജുന പുരസ്കാരം, ഇന്ത്യയുടെ പരമോന്നതമായ 2ാമത്തെ കായിക ബഹുമതി അല്ലെ? ദ സെക്കൻഡ് ഹൈയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ഓഫ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കായിക താരത്തിന് നൽകുന്നതിൽ വെച്ച് 2ാമത്തെ പരമോന്നതമായ കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ആദ്യ ഹൈയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ നമുക്കറിയാം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഇതെന്താണ്? 2ാമത്തെ പരമോന്നതമായ കായിക ബഹുമതിയായിട്ടുള്ള അർജുന പുരസ്കാരം അദ്ദേഹം നേടുന്ന 2003 ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആണ് IM വിജയൻ എന്ന കാര്യം ഓർത്തു വെക്കാം. ഇതിനടുത്ത് കെ ഓമനക്കുട്ടിയമ്മ. അപ്പോ കെ ഓമനക്കുട്ടിയമ്മ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മ്യൂസിക് ടീച്ചർ, അതായത് ഇത് 2 മലയാളികളാണ്. പത്മശ്രീ നേടിയ 2 മലയാളികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പത്മശ്രീ നേടിയ 2 മലയാളികൾ പറഞ്ഞു. കെ ഓമനക്കുട്ടിയമ്മ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംഗീത ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്, അതുപോലെ തന്നെ കർണാട്ടിക് വോക്കലിസ്റ്റ് അഥവാ കർണാട്ടിക് സംഗീതജ്ഞ. അപ്പോ ഇവിടെ ഫോക്കസ് ചെയ്യാം. കെ ഓമനക്കുട്ടി ആർട്ടാണ്, കലയാണ്. ഏത് കലാമേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കണം, കർണാടക സംഗീതജ്ഞം, കർണാട്ടിക് വോക്കലിസ്റ്റ്, കർണാടക സംഗീതജ്ഞയാണ് ഈ പറയപ്പെടുന്ന കെ ഓമനക്കുട്ടിയമ്മ. അതുപോലെ തന്നെ പറയാം ഷീസ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നിലവിലെ ഹെഡ് ആണ് ഈ പറയപ്പെടുന്ന കെ ഓമനക്കുട്ടിയമ്മ. അപ്പോ മ്യൂസിക് ടീച്ചർ ആൻഡ് കർണാട്ടിക് വോക്കലിസ്റ്റ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് യൂണിവേഴ്സിറ്റി കേരള. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് കെ ഓമനക്കുട്ടിയമ്മ എന്ന കാര്യം എന്ത് ചെയ്യാം? അവിടെ ഓർത്തു വെക്കാം. പത്മശ്രീ നേടിയ 2 മലയാളികളെ പറ്റി പറഞ്ഞു. ഇനി പറയുന്നത് പത്മശ്രീ നേടിയ കായിക താരങ്ങളെ. അപ്പോ ഇവിടെ ഓർക്കേണ്ടത് പത്മവിഭൂഷൺ ഒരു മലയാളിക്ക് ലഭിച്ചു, അത് MT വാസുദേവൻ നായർ. പത്മഭൂഷൺ ലഭിക്കുന്നു ആർക്കാണ്? നമ്മുടെ PR ശ്രീജേഷിനും ജോസ് ചാക്കോ പെരിയപുരത്തിനും എന്ത് ലഭിക്കുന്നു? 2 പേർക്ക് പത്മഭൂഷൺ, ജോസ് ചാക്കോ പെരിയപുരവും അതുപോലെ തന്നെ PR ശ്രീജേഷ്. അപ്പൊ 2 പേർക്ക് പത്മഭൂഷൺ. അതുപോലെ തന്നെ പത്മശ്രീ നേടിയ മലയാളികൾ 2 പേർ, IM വിജയനും കെ ഓമനക്കുട്ടിയമ്മയും. അപ്പൊ മൊത്തം 5 മലയാളികൾക്ക് 2025 പത്മ പുരസ്കാരം ലഭിക്കുന്നു എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി പഠിക്കാൻ പോകുന്നത് പത്മശ്രീ നേടിയ കായിക താരങ്ങളെ കുറിച്ചാണ്. പത്മശ്രീ നേടിയ കായിക താരങ്ങൾ നോക്കാം നമുക്ക്. പത്മശ്രീ നേടിയ കായിക താരങ്ങൾ ഹർവീന്ദർ സിംഗ്. ആദ്യം പരിചയപ്പെടുന്നു ഹർവീന്ദർ സിംഗ്. ശ്രദ്ധിക്കണേ, ഹർവീന്ദർ സിംഗ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പാരാ ആർച്ചറി. പാരാ താരമാണ്, അതായത് അംഗവൈകല്യം സംഭവിച്ച പാരാലിമ്പിക് താരമാണ്
ഈ പറയപ്പെടുന്ന ഹർവീന്ദർ സിംഗ്. അതിൽ ഏത് കാറ്റഗറി? ആർച്ചറി അഥവാ അമ്പെയ്ത്ത്. ആർച്ചറി അഥവാ അമ്പെയ്ത്ത് താരം. ഇതിന്റെ ചിത്രം അവിടെ കാണാം. അമ്പെയ്ത്ത് താരമാണ്. ആർച്ചറി അഥവാ അമ്പെയ്ത്ത് താരമാണ് ഹർവീന്ദർ സിംഗ്. സ്പോർട്സിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയാം, അമ്പെയ്ത്ത് ആണ്. പാരാ ആർച്ചറി. ദ ഫസ്റ്റ് ഇന്ത്യൻ പാരാ അത്ലറ്റ് ടു ഗെറ്റ് പത്മശ്രീ. പത്മശ്രീ നേടിയ ആദ്യ ഇന്ത്യൻ പാരാ ആർച്ചർ. അപ്പൊ പാരാ ആർച്ചറി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പത്മശ്രീ ജേതാവ് കൂടിയാണ് ഹർവീന്ദർ സിംഗ് എന്ന കാര്യം ഓർക്കാം. ദ ഫസ്റ്റ് ഇന്ത്യൻ പാരാ ആർച്ചർ ടു ഗെറ്റ് പത്മശ്രീ. ഇദ്ദേഹത്തെ തേടി 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇദ്ദേഹം പാരാ ആർച്ചറിയിൽ സ്വർണ്ണ മെഡൽ നേടുന്നുണ്ട്. കഴിഞ്ഞ തവണ 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇദ്ദേഹം വെങ്കല മെഡൽ നേടുന്നുണ്ടെന്ന കാര്യം എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. അപ്പൊ 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ വ്യക്തിയാണ് ഹർവീന്ദർ സിംഗ്. അപ്പൊ ചോദിക്കും നിങ്ങളോട്, 2025 പത്മശ്രീ ബഹുമതി നേടിയ ഹർവീന്ദർ സിംഗ് താഴെ പറയുന്നവയിൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാരാ ആർച്ചറി എന്ന് തന്നെ പഠിക്കണം. പാരാ ആർച്ചറി അഥവാ പാരാ അമ്പെയ്ത്ത് താരമാണ്. സെറ്റ്. അടുത്ത വ്യക്തിയെ പരിചയപ്പെടുത്തും, ആർ അശ്വിൻ. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആർ അശ്വിനെ തേടി പത്മശ്രീ ബഹുമതി ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് ആർ അശ്വിൻ. ക്രിക്കറ്റ് ആണ് മേഖല, നമുക്കറിയാം. 2024 ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഡിസംബർ മാസം നടന്ന ആ 3ാമത്തെ ടെസ്റ്റ് മത്സരത്തിനിടയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വിരമിക്കുന്നുണ്ട്. ഡിസംബർ മാസം 18-ാം തീയതി 2024 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹം തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനിപ്പിക്കുന്നുണ്ട്. ദ ഫാസ്റ്റസ്റ്റ് ബൗളർ ടു റീച്ച് 300 ടെസ്റ്റ് വിക്കറ്റ്സ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇന്നിങ്സ്. അതായത് ഇന്നിങ്സ് എന്ന് പറയുമ്പോഴേക്കും എത്ര മത്സരങ്ങളിൽ എത്ര കളിയിൽ പന്തെറിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറച്ച് മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ 300 ടെസ്റ്റ് വിക്കറ്റ് നേടിയ വ്യക്തി. അതായത് ഇദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇദ്ദേഹത്തിന്റെ നേട്ടം 537 ടെസ്റ്റ് വിക്കറ്റുകൾ. ടെസ്റ്റിലും ഏകദിനത്തിലും നമ്മുടെ ടെസ്റ്റിലും വൺഡേയിലും അതുപോലെ തന്നെ T20 അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. 537 ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന ആർ അശ്വിൻ എന്ന് പറയുന്നത്. ദ ഫാസ്റ്റസ്റ്റ് ബൗളർ ടു റീച്ച് 300 ടെസ്റ്റ്, 300 ടെസ്റ്റ് വിക്കറ്റ്. ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കുറച്ച് ചുരുങ്ങിയ ഇന്നിംഗ്സിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ 300 ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ റെക്കോർഡ് ആരുടെ പേരിലാ? ആർ അശ്വിന്റെ പേരിലാണ്. അപ്പൊ ആർ അശ്വിൻ സ്പോർട്സ് ക്രിക്കറ്റ് ആണ് മേഖല. അദ്ദേഹത്തിന്റെ രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുന്നുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യാം? ഓർത്തുവെക്കാം. അടുത്ത് പറയുന്നു സത്യപാൽ സിംഗ്, ദ ലാസ്റ്റ് വൺ, സത്യപാൽ സിംഗ്. അപ്പോ സത്യപാൽ സിംഗ് നമുക്കറിയാം സ്പോർട്സ് ആണ് സത്യപാൽ സിംഗിന്റെ മേഖല. കായിക താരങ്ങളാണ് നമ്മൾ പറയുന്നത്. സ്പോർട്സ് ആണ്. പാരാ അത്ലറ്റിക് പരിശീലകൻ, പാരാ അത്ലറ്റിക് കോച്ചാണ് ഈ പറയപ്പെടുന്ന സത്യപാൽ സിംഗ്. ഒന്നും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ 2024 ഖേൽരത്ന പുരസ്കാരം നേടിയ നമ്മുടെ പ്രവീൺ കുമാർ ഉണ്ടല്ലോ, പ്രവീൺ കുമാർ പാരാ ഹൈജമ്പ് താരമായിട്ടുള്ള പ്രവീൺ കുമാർ. അപ്പൊ പാരാ ഹൈജമ്പ് താരമായിട്ടുള്ള പ്രവീൺ കുമാറിന്റെ പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ 2024 ഖേൽരത്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ പ്രവീൺ കുമാർ അദ്ദേഹമാണ് 2024 പാരീസ് പാരാലിമ്പിക്സില് ഹൈജമ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിത്തരുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യം ഖേൽരത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിശീലകൻ കൂടിയാണ് ഈ പറയപ്പെടുന്ന സത്യപാൽ സിംഗ് എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പൊ സത്യപാൽ സിംഗ് ഈസ് ദ കോച്ച് ഓഫ് പ്രവീൺ കുമാർ. അദ്ദേഹം പാരാ അത്ലറ്റിക് കോച്ചാണെന്ന കാര്യം ഓർക്കുക. അപ്പോ സത്യപാൽ സിംഗ്, ആർ അശ്വിന്, ഹർവീന്ദർ സിംഗ് 3 പേരെ പറഞ്ഞു. അപ്പോ ആകെ കായിക താരങ്ങൾ എത്ര? ആകെ കായിക താരങ്ങൾ എത്ര കായിക താരങ്ങൾക്ക് ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പത്മഭൂഷൺ ലഭിച്ച നമ്മുടെ PR ശ്രീജേഷിന് പത്മഭൂഷൺ ഒരാൾക്ക്, കായിക മേഖലയിൽ നിന്ന് പത്മഭൂഷൺ ഒരാൾക്ക് ലഭിക്കുന്നു. പത്മശ്രീ ഹർവീന്ദർ സിംഗ്, അതുപോലെ തന്നെ ആർ അശ്വിന്, അതുപോലെ സത്യപാൽ സിംഗ്. ഇപ്പൊ 3 പേര്. 3+1 IM വിജയൻ, 3+1 മലയാളിയായിട്ടുള്ള IM വിജയൻ, അങ്ങനെ 4. അപ്പൊ 4 1 5. ടോട്ടൽ എത്ര പേർക്ക്? ടോട്ടൽ 5 പേർക്ക് പത്മ പുരസ്കാരം ലഭിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പോ 5 മലയാളികൾക്കും 5 കായിക താരങ്ങൾക്കും പത്മ പുരസ്കാരം എന്ന കാര്യം കൂടി എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തവും കൃത്യവുമായി കിട്ടി. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് പത്മ പുരസ്കാരം ഇവിടെ 2 പോയിന്റ് ആഡ് ചെയ്യുന്നു. മലയാളികൾ ആകെ എത്ര മലയാളികൾക്ക് ലഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മലയാളികൾ.
5 മലയാളികളിൽ പത്മവിഭൂഷൺ ഒരു മലയാളി MT വാസുദേവൻ നായർ, പത്മഭൂഷൺ ലഭിക്കുന്നത് 2 മലയാളി PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരവും. അതുപോലെ തന്നെ പത്മശ്രീ 2 പേർക്ക് IM വിജയനും K ഓമനക്കുട്ടിയമ്മയും. ആകെ മൊത്തം 5 മലയാളികൾക്ക് പത്മ പുരസ്കാരം ഇത്തവണ ലഭിക്കുന്നു. അതുപോലെ കായിക താരങ്ങളും എത്ര പേരാണ്? 4 പത്മശ്രീയും 1 പത്മഭൂഷണും. 4 പത്മശ്രീ 4 പ്ലസ് 1 പത്മഭൂഷൺ. അങ്ങനെ 5 കായിക താരങ്ങൾക്ക്, ടോട്ടൽ 5 കായിക താരങ്ങൾക്ക് ഇത്തവണ പത്മ പുരസ്കാര നേട്ടം ലഭിക്കുന്നു എന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പത്മ അവാർഡിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കുക. ഉറപ്പായിട്ടും ഒരു മാർഗം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.